റസ്യാസ് ഫുഡ് പാർലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കപ്പ കൊണ്ടൊരു പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വെള്ളം മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെച്ച് കപ്പ നല്ലതുപോലെ പുഴുങ്ങണം. നമ്മളെ കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. 2 പച്ചമുളക്, 5 ചെറിയ ഉള്ളി, 2 പീസ് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ പുഴുങ്ങിയ കപ്പയിലോട്ട് ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം. ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും കൂടെ നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കി കപ്പ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോ അല്പം കടുക് ഇട്ട് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 ഉണക്കമുളക് ഇട്ട് അതിനുശേഷം അല്പം കരിവേപ്പിലയും കൂടെ ഇടണം. അതുപോലെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ച കപ്പയുടെ ഗ്രേവി നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കണം. നല്ലതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.